അനുഗ്രഹിക്കപ്പെട്ട രണ്ട് പ്രബോധനങ്ങളാണ് കർത്താവിൻ്റെ ദാസന്മാരിലൂടെ നമുക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മിൽ സകല കൃപയും പെരുക്കുവാൻ എന്തിനാണ് നാം എപ്പോഴും സംതൃപ്തിയുള്ളവരായിരിക്കാൻ, അല്ലേ? ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവം എന്ന് പറയുന്നത് തന്നെ സംതൃപ്തിയുടെ ജീവിതമാണ്. സംതൃപ്തിയുള്ള ഒരു ജീവിതം നയിക്കാൻ, അതിനാവശ്യമുള്ള കൃപ നൽകാൻ ദൈവം വിശ്വസ്തനാണ്. ആ കർത്താവിനോട് കൃപ ചോദിക്കുവാൻ, കൃപ പ്രാപിക്കാനായിട്ടിടയാകണം. രണ്ട് കുരുടന്മാരോടുള്ള ബന്ധത്തിൽ മാത്തൻ സാറും പറഞ്ഞ ആ പ്രബോധനം അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഒരു കുരുടൻ്റെ കാര്യം വളരെ വ്യത്യസ്തമാണ്, വലിയ സന്ദേശമാണത് നൽകുന്നത്. ഞാനും അതിങ്ങനെ ഹൃദയത്തിൽ പിന്നെ ഒന്നുകൂടെ ഓർക്കുകയായിരുന്നു. ഒരു കുരുടനെ കർത്താവ് ഇങ്ങനെ നിലത്ത് തുപ്പി അവൻ്റെ കണ്ണിൽ അവനെ തേക്കുന്നു. അവൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള ചില ട്രീറ്റ്മെൻറ്റ്, മാനുഷികമായിട്ട് പറഞ്ഞാൽ ചില ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. കണ്ണിൽ തുപ്പി എന്ന് പറഞ്ഞ് ചേർത്ത് വയ്ക്കുന്ന വേറെ ഭാഗത്താണ്, ഇവിടെ തുപ്പി എന്ന് പറയുന്നത് അതൊരു ഔഷധ, ഒരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട്. എന്നിട്ട് ചോദിക്കുന്നത്, നീ ഇപ്പോൾ എന്താണ് കാണുന്നത്? അപ്പോൾ താൻ പറയുന്നു, കാണുന്നുണ്ട്, മനുഷ്യരൊക്കെ എന്ത് ചെയ്യാണ്? മരങ്ങളെ പോലെയാണ് കാണുന്നത്. അപ്പോൾ മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്ന കാഴ്ച കണ്ടിട്ട് കർത്താവ് അവിടെ നിർത്തിയില്ല. ഈ കാഴ്ച പോരാ, ശരിക്കും മനുഷ്യരെ മനുഷ്യരായിട്ട് തന്നെ എന്ത് ചെയ്യണം? കാണണം. അപ്പോൾ കർത്താവ് വീണ്ടും അവനെ കാഴ്ച കൊടുക്കുന്ന അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അവനിപ്പോൾ ശരിക്ക് കാണുന്നു. അപ്പോൾ ഈ മരങ്ങളെ പോലെ കാണുന്നത് പോലെയൊക്കെ ഉള്ളൊരു കാഴ്ച നമ്മിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ട് അങ്ങ് മാറണം, അല്ലേ? മാറണമെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ മരങ്ങളൊക്കെ എങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിക്കാൻ ഒരു ചിന്ത പറയുകയാണ്. നട്ടുപിടിപ്പിക്കുന്നത് നമുക്ക് പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? എന്തിനാണ് നമ്മൾ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്? മരത്തിന് വേണ്ടിയിട്ടാണോ നമുക്ക് വേണ്ടിയാണോ? നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യരെ മരങ്ങളെ പോലെ കാണുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മനുഷ്യരെ മുഴുവൻ നമുക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുകയാണ്. എനിക്ക് അവരെ കൊണ്ട് എന്താണ് പ്രയോജനം? എനിക്ക് അവരെ കൊണ്ട് എന്താണ് പ്രയോജനം? അതങ്ങ് മാറിയിട്ട് എന്നെ കൊണ്ട് അവർക്ക് എന്താണ് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ആത്മീക ജീവിതം കടന്നു വരണം, അല്ലേ? അപ്പോൾ ഇന്ന് കടന്നു വന്ന സഹോദരന്മാർ അവരും ഒരു സാക്ഷിയൊക്കെ പറഞ്ഞ സന്തോഷമാണ്, അല്ലേ? കാരണം നമുക്ക് അവരിൽ നിന്ന് കേൾക്കാം, അല്ലേ? പക്ഷെ ഇന്നത്തെ ആവശ്യം നമ്മിൽ നിന്ന് അവർ കേൾക്കുന്നതാണ്, അല്ലേ? ഈ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം നമ്മെ ദൈവം എങ്ങനെയാണ് വിടിവിച്ചത്, നമുക്ക് എങ്ങനെയാണ് രൂപാന്തരം തന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച വിടുതൽ ഈ സഹോദരങ്ങൾ കേൾക്കട്ടെ, അല്ലേ? അത് അവരുടെ ജീവിതത്തിന് വലിയ പ്രയോജനം ചെയ്യട്ടെ, അല്ലേ? അതൊക്കെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് പുതുതായി പങ്കെടുക്കുന്നവർക്കൊക്കെ അത് പ്രയോജനകരമായിട്ട് തീരുകയാണ്. മാത്തസാറ് പറഞ്ഞു നിർത്തിയ ഒരു വാക്ക്, പ്രിയമുള്ളവരെ, എന്ത് ലഭിക്കുമെന്നതിനേക്കാൾ ഉപരി എനിക്കൊരു ശുദ്ധീകരണമാണ് ആവശ്യം. ഓരോ കൂട്ടായ്മയിലും നമ്മിൽ നിന്ന് ചില ദുർമേധസ്സുകൾ മാറിപ്പോകാൻ കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് നാം എപ്പോഴും ഓർക്കുക. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്ന് മോചനമുണ്ടാകുമ്പോൾ പല വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിനൊരു സംശയമില്ല. ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പാലയിൽ വെച്ച് ആയിരുന്നപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ്. ഒരു വളരെ 10-20 കിലോമീറ്റർ, ഏകദേശം 18 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ് ഒരു കുടുംബം അവിടെ സഭയിൽ വരുന്നത്. അപ്പോൾ കത്തോലിക്ക സഭയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ട് കടന്നു വരികയാണ്. വലിയ ഉത്സാഹത്തോടെ വന്നുകൊണ്ടിരുന്ന ആളുകൾ പിന്നെ ഇടയ്ക്ക് അവർ വളരെ വരവൊക്കെ കുറഞ്ഞു, അതിനൊക്കെ കുറേ ക്ഷീണങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഒരു സമയത്ത് അവർക്ക് വരാൻ കഴിയാതെ ആ സഹോദരി സുഖമില്ലാതെ ആയിരുന്ന ഒരവസ്ഥ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാനും ഈ ചർച്ചിലെ സഹോദരനും കൂടെ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഒരു വൈകുന്നേര സമയത്ത്. വീട്ടിൽ ചെന്നപ്പോൾ ഈ സഹോദരി സ്കൂളിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്നതാണ്. കാലിൻ്റെ ഒരു ഭാഗം മുഴുവൻ ഈ എളിയുടെ ഭാഗം തൊട്ട് താഴോട്ട് ഇങ്ങനെ പൊട്ടി ഒഴുകുന്ന അസുഖമാണ്. കാലിങ്ങനെ ചുറ്റി കെട്ടി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ ചെന്ന അന്നും ഇവർ ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. ആ വഴി സ്കൂളിൽ ചെന്ന് വീണ്ടും ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കാഴ്ച കണ്ട് ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര വേദനയായി. അപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യം ദൈവാത്മാവ് പെട്ടെന്ന് ഓർപ്പിച്ചു. കാരണം രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന വചനം സഹോദരി ആ കുടുംബത്തെ വായിച്ച് കേൾപ്പിച്ചു. അവരുടെ മകനൊന്നും കൂട്ടായ്മയ്ക്ക് വരുന്നില്ല. അവനൊക്കെ വളരെ ഉഴപ്പി നടക്കുന്ന ഒരു സഹോദരനാണ്. അപ്പോൾ അവനൊക്കെ കൊണ്ട് ഇരുത്തി അവരോട് ഈ ദൈവജനം എല്ലാം പറഞ്ഞ്
പാപം ഏറ്റുപറഞ്ഞാൽ, പാപത്തിൽ നിന്ന് മോചനം ഉണ്ടായാൽ ചില രോഗങ്ങൾക്ക് വേഗത്തിൽ സൗഖ്യമുണ്ടാകും എന്ന് പറയുന്ന ആ ഒരു കാര്യം. കാരണം എല്ലാ രോഗവും പാപത്തിൻ്റെതാകണമെന്നില്ല. പക്ഷെ പാപത്തിൽ നിന്നുണ്ടാകുന്ന രോഗം പാപമേറ്റു പറഞ്ഞ് കഴുകൽ പ്രാപിക്കുമ്പോൾ, ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ, മാത്തസാറ് പറഞ്ഞ അതേ ഭാഷ ഉപയോഗിക്കുകയാണ്, ചില ദുർമേധസ്സുകൾ മാറിപ്പോകുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ളവരായിട്ട് തീരും. സംഭവിച്ച കാര്യം എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവർ? അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ നിന്ന് കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഒരു നിലവിളിയായിരുന്നു ദൈവസന്നിധിയിൽ. പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ വാവിട്ട് കരയുന്ന ഒരു രംഗം. പ്രിയമുള്ളവരെ, ഞങ്ങളെ കൂടെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ആ സഹോദരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, ഇവര് പെട്ടെന്ന് ഇവരുടെ കാലിൽ കെട്ടിയിരുന്ന കെട്ട് അഴിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത്, ഈ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് അവരുടെ മേലൊരു ദൈവശക്തി വ്യാപരിച്ചു. ഈ പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്ന കാല് ഡ്രൈ ആയി. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഡ്രൈ ആയി. കാരണം ആ പാടുപോലും ഇല്ലാത്ത രീതിയിൽ ആ കാല് സൗഖ്യം പ്രാപിച്ചു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിറ്റേ ദിവസം അവർ ജോലിക്ക് പോയി. ഞങ്ങൾ അവിടെ ചെല്ലുന്നത് ഒരു വ്യാഴാഴ്ചയാണ്. വെള്ളിയാഴ്ച അവർ ജോലിക്ക് പോയി. ഞായറാഴ്ച സഭയിൽ വന്നവർ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ഞാനിത് പറഞ്ഞത് പ്രിയമുള്ളവരെ, എപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നുള്ള അർത്ഥത്തിലൊന്നും ആയിരിക്കില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. സാറെന്ന കാര്യം പറഞ്ഞപ്പോൾ ഈ ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വന്നു. ചില സൗഖ്യങ്ങൾ അത് പാപം മുഖാന്തരമാണെങ്കിൽ അത് വേഗത്തിൽ കർത്താവിന് അത് ഏറ്റുപറയുമ്പോൾ പ്രിയമുള്ള സൗഖ്യം നൽകാനായിട്ട് കഴിയും. അതുകൊണ്ട് സഭയിലേക്ക് കൂട്ടായ്മയിൽ വരുമ്പോൾ എപ്പോഴും നമുക്ക് വേണ്ടിയത് ശുദ്ധീകരണമാണ്, ഒരു കഴുകലാണ്. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചില ആഴ്ചകളിൽ നമ്മൾ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എന്നുള്ളൊരു വിഷയം ചിന്തിക്കാനിടയായി. അത് ഇടയ്ക്ക് പിന്നെ നിന്നു. അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ഭാഗം ഇന്ന് ചിന്തിക്കാമെന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന മത്തായി സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ നമുക്കെടുത്ത് ഒന്ന് വായിക്കാം. മൈക്കിലൂടെ വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. അടുത്ത ഭാഗം കൂടെ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. മത്തായി സുവിശേഷത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മൾ സഭയിലെ സമുദായത്തിലൊക്കെ ആയിരുന്നപ്പോൾ യാക്കോബായാലും കത്തോലിക്ക ഒക്കെ ആയാലും അല്ലേ, ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന പ്രാർത്ഥന ഏതാണ്? ഈ കർത്തൃ പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ. ഇത് ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളിയിലൊരു ശുശ്രൂഷക്കാരനായി കുറേ നാളുകൾ ഇങ്ങനെ പോയപ്പോഴും ഞാനും ഇത് ഒത്തിരി ഇങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. പക്ഷെ ഇത് ചൊല്ലുന്നതല്ലാതെ ഇത് എന്താണ് ചൊല്ലുന്നത്, ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലായത് കർത്താവ് കണ്ണു തുറന്നപ്പോഴാണ്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ്. അതുവരെ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് പോലും ചിന്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ദൈവസഭയിലായിരിക്കുന്ന ദൈവമക്കൾ എപ്പോഴും നമ്മൾ ഓർക്കണം, കർത്താവ് പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലാണ്. ഇത് തന്നെ ആവർത്തിക്കുകയല്ല, ഈ പ്രാർത്ഥനയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കാൻ അറിയാത്ത ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ എളുപ്പമുള്ള മാർഗം ഈ പുസ്തകം, വേദപുസ്തകം തുറന്നു വെച്ചിട്ട് ഇതിൻ്റെ ഓരോ വാക്കുകൾ എടുക്കുക. കർത്താവ് പറഞ്ഞല്ലോ, നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ. അപ്പോൾ നമ്മളത് നിർത്തണം. എന്നിട്ട് ഓർക്കണം, ദൈവം എൻ്റെ പിതാവാണോ? ദൈവത്തെ എങ്ങനെ വിളിക്കാനാ പറഞ്ഞേ? പിതാവേ എന്ന് വിളിക്കണം. അപ്പൊ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ സാബു സഹോദര നമ്മൾ ആരാകണം? രണ്ട് മക്കള് സാബു സഹോദരനെ അപ്പാന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വിളിക്കുന്നേ? മക്കളായതുകൊണ്ടല്ലേ. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തെ പപ്പാന്ന് വിളിക്കണമെങ്കിൽ, ഡാഡിന്ന് വിളിക്കണമെങ്കിൽ നമ്മൾ ആരായിരിക്കണം? മക്കളായിരിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കുകയാണ്, ഞാൻ മക്കളായോ? അല്ലേ? മക്കളാകാൻ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ എന്ത് ചെയ്തു? അധികാരം കൊടുത്തു. അപ്പൊ മക്കളാണ് പ്രാർത്ഥിക്കേണ്ടത്. എന്നിട്ട് അടുത്ത വാക്യം, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് ചിന്തിച്ചതാണ്. ഞാനത് കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അപ്പൊ ദൈവയുടെ ഇഷ്ടം, നിന്റെ രാജ്യം വരണമേ. നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം. നിന്റെ രാജ്യം, ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിൽ വരണം. ദൈവിക ഭരണം നമ്മിലുണ്ടാകണം. ദൈവം നമ്മുടെ രാജാവായി തീരണം. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ നാം ഓർക്കേണ്ടത്, ദൈവം നമ്മുടെ രാജാവാണോ? യേശു നമ്മുടെ കർത്താവാണോ? യേശു നമ്മിൽ കർത്തൃത്വം നടത്തുന്നുണ്ടോ? അതോ നാം നമുക്ക് ബോധിച്ചതുപോലെയാണോ ജീവിക്കുന്നത്? സകല ആളുകളും അവർക്ക് ബോധിച്ചതുപോലെ ജീവിച്ചിട്ട് ദൈവത്തോട് പറയുന്നത് നിന്റെ രാജ്യം വരണമെന്നാണ്. ആ പ്രാർത്ഥന എങ്ങനെയാണ് ദൈവം കേൾക്കുന്നത്? അടുത്ത ഭാഗത്താണ് നമ്മൾ വന്ന് നിന്നത്. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. പ്രിയമുള്ളവരെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ അവിടുത്തെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും നടക്കണം. നമ്മൾ പ്രാർത്ഥിക്കണം, ഭൂമിയിൽ നടക്കണമെന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ട് പറയണം, കർത്താവേ എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട, എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നടന്നാൽ മതി. ആ ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവ ഇഷ്ടത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാമോ? റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതമെന്നാണ്. അപ്പൊ ദൈവഹിതം നടക്കുമ്പോൾ അതിനകത്ത് നന്മയുണ്ട്, അത് ദൈവത്തിന് പ്രസാദമുള്ളതാണ്, അത് പൂർണ്ണതയുള്ളതാണ്. കൊലോസ്യ ലേഖനത്തിൽ എപ്പഫ്രാസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസഭ ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവസഭയിലുള്ള ഓരോ ദൈവമക്കളും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് തീരണം. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമ്മൾ 2-3 കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് ഒരു ഭാഗം കൂടെ ഒന്ന് ഓർത്ത് പോകുകയാണ്. ഞാനത് ഈ ദിവസങ്ങളിൽ ഒന്നുകൂടെ ഗൗരവമായിട്ട് ധ്യാനിക്കാൻ, ചിന്തിക്കാൻ അവസരമുണ്ടായി. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? നമുക്ക് ഒരു വാക്യം, പരിചയമുള്ളൊരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്? ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. അല്ലേ? എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം? നമ്മളിങ്ങനെ ഓർക്കണേ, നമ്മളിവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ മാതാപിതാക്കളാണ്. നമുക്ക് നമ്മുടെ മക്കളെ കുറിച്ച് എന്തുണ്ട്? ഒരു ഇഷ്ടമുണ്ടല്ലേ? നമ്മുടെ മക്കൾ എന്താകണം, നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കണം, അവരെങ്ങനെ വളരണം, നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്കൊരു താല്പര്യമുണ്ട്, ഇല്ലേ ഷൈജൻ ബ്രദറെ? മക്കളെക്കുറിച്ച് നമുക്കൊരു താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് എതിരായിട്ട് മക്കൾ പോയാലോ സന്തോഷമാണോ? ഉള്ളിൽ വേദനയാണ്, അല്ലേ? നമ്മൾ എന്തിനാ ഈ കഷ്ടപ്പെടുന്നത്? രാവിലെ ഈ ഉളിയും ചിറ്റിയൊക്കെ ആയിട്ടൊക്കെ പോയി ഈ കഷ്ടപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലേ? അവർ നന്നാകണം, അവർക്ക് സന്തോഷം ഉണ്ടാകണം. അങ്ങനെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, പ്രിയമുള്ളവരെ, മക്കളെ കുറിച്ച് മാതാപിതാക്കൾക്കൊരു ഇഷ്ടമുണ്ട്, അവരെങ്ങനെയാ ജീവിക്കേണ്ടത്, ഇല്ലേ? സ്വർഗത്തിലെ ദൈവം, നമ്മൾ ഓർക്കുക, സ്വർഗത്തിലെ ദൈവം അവിടുത്തെ മക്കളാക്കി നമ്മളെ തീർക്കുമ്പോ ദൈവം നമ്മിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നാം നമ്മുടെ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലഭിക്കാതെ വരുമ്പോ നമ്മുടെ ഉള്ളിൽ അത് വേദനയാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നടക്കാതെ വരുമ്പോൾ ദൈവത്തിന്റെ ഉള്ളിലെ വേദന എത്ര വലുതാണ് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്ന് അറിയണമെങ്കിൽ വേദപുസ്തകത്തിൽ ആദ്യത്തെ പുസ്തകമായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം നാം വായിക്കണം. അവിടെ സൃഷ്ടിയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്.
ദൈവം ഇന്ന് ഈ കാണുന്ന സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചു. 5 ദിവസം ദൈവം സൃഷ്ടി നടത്തിയപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന സകലതും, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. സമുദ്രത്തെ സൃഷ്ടിച്ചു, വെളിച്ചങ്ങളെ ഉണ്ടാക്കി, മൃഗങ്ങളെ സൃഷ്ടിച്ചു, പക്ഷി മൃഗാദികൾ, സമുദ്രത്തിലെ മത്സ്യങ്ങൾ, പ്രിയമുള്ളവ, ഇതെല്ലാം ദൈവം സൃഷ്ടിച്ചു. എന്നിട്ട് 6-ാം ദിവസമാണ് ആരെ സൃഷ്ടിച്ചത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. നിങ്ങൾ തിരിച്ച് ചിന്തിച്ച് നോക്കിക്കേ, ഇതൊന്നും സൃഷ്ടിക്കാതെ മനുഷ്യനെ സൃഷ്ടിച്ചിരുന്നെങ്കിലത്തെ സ്ഥിതി എന്താണ്? അതായത് ഇവിടെ ഫലവൃക്ഷങ്ങളില്ല, ശ്വസിക്കാൻ ഓക്സിജൻ ഇല്ല, ഇവിടെ വെളിച്ചമില്ല, ഇവിടെ ഒന്നുമില്ലാത്ത ഒരു സമയത്താണ് മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? അല്ലേ, നമ്മൾ ഓർക്കുക. എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? സൃഷ്ടാവായിരിക്കുന്ന ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ മനുഷ്യന് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മൾ ഓർക്കേണ്ടത് മനുഷ്യനോടുള്ള ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണ്. ഏദൻ തോട്ടത്തിലാക്കിയെന്നൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ തോട്ടത്തിൽ ഫലവൃക്ഷങ്ങൾ, പ്രിയമുള്ളവരെ, ഒന്നും അധ്വാനിക്കാതെ തന്നെ അതിൻ്റെ ഫലങ്ങൾ തിന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന അവസ്ഥ. ആ തോട്ടം കാക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് മനുഷ്യനെ ഏൽപ്പിച്ചത്. പക്ഷേ മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ തോട്ടത്തിൽ നിന്ന് പുറത്തായ കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ പറയാൻ വന്നത്, ചിന്തിച്ചു വരുന്നത്, ഈ സ്നേഹം നമ്മളൊന്ന് തിരിച്ചറിയണമെന്നാണ്. മനുഷ്യനെ ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്നത് ദൈവത്തിന്റെ ക്രൂരത കൊണ്ടല്ല. അതിൻ്റെ കാരണം എടുത്തു പറയുന്നുണ്ട് അവിടെ. എന്നറിയാമോ? അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ പഴം കൂടെ തിന്ന് അവൻ ഈ പാപത്തിൽ എന്നേക്കും ജീവിക്കാതിരിക്കേണ്ടതിന് അതിനാ പുറത്താക്കിയത്. എന്ന് പറഞ്ഞാൽ തോട്ടത്തിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലമുണ്ട്, ജീവവൃക്ഷത്തിന്റെ പഴമുണ്ട്. പാപം ചെയ്തതിന് ശേഷം ഈ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാ സംഭവിക്കുന്നത്, മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പാപത്തിൽ എന്നേക്കും എന്ത് ചെയ്യുന്നു? പിന്നെ അവനെ രക്ഷിക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടിയാണ് പുറത്താക്കിയത്, അല്ലേ? ആ തോട്ടത്തിൽ അവിടെ എടുത്തു പറയുന്നുണ്ട്, തിരിയുന്ന വാളുമായിട്ട് കെരൂബുകളെ നിർത്തിയതൊക്കെ വായിക്കുന്നു. വർഷങ്ങൾ പലത് കഴിഞ്ഞുപോയി. 4000 വർഷം പിന്നിട്ടപ്പോ ഈ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അതാണ് യേശു ക്രിസ്തുവിന്റെ ജനനം. യേശു ഈ ഭൂമിയിൽ ജീവിച്ചു, മനുഷ്യന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. ആ യേശു കർത്താവ് തന്റെ ഉള്ളിൽ, ദൈവത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യനെ കുറിച്ചുള്ള തന്റെ ആഗ്രഹം എഴുതി വച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ എന്നുറക്കെ പറഞ്ഞ് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല, ശ്രദ്ധിച്ചോ, സകല. എന്തെങ്കിലും ബാക്കി വെക്കുന്നുണ്ടോ? ഒന്നും ബാക്കി വെക്കുന്നില്ല. അതിനുവേണ്ടി കൊടുക്കേണ്ട പൈസ എത്രയാണ്? ഈ സകല പാപവും ക്ഷമിക്കാൻ കൊടുക്കേണ്ട പണം എത്രയാണ്? ഒരു പണവും വേണ്ട, ഒരു പൈസയും കൊടുക്കണ്ട. പിന്നെ എന്താ പറയുന്നേ? ഏറ്റു പറയണം ദൈവത്തോട്, അല്ലേ? പാപം ദൈവത്തോട് ഏറ്റു പറയണം. ഏറ്റു പറയുന്നു എങ്കിൽ, അല്ലേ, ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. 7-ാമത്തെ വാക്യം, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. ദൈവം തന്നെ നമ്മെ മുഴുവൻ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ ആ ശുദ്ധീകരണം എങ്ങനെയാണ് നാം അനുഭവമാക്കി തീർക്കുന്നത്? പാപങ്ങളുടെ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് പ്രാരംഭത്തിൽ നാം കേട്ടല്ലോ, അന്യായം ചെയ്യുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കുക ഇല്ല എന്ന് പറഞ്ഞിട്ട് ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, അതുപോലെ സ്വയഭോഗികൾ, പുരുഷകാമികൾ, പിടിച്ചുപറിക്കാർ, മദ്യപന്മാർ, വാവിഷ്ഠാനക്കാർ തുടങ്ങിയ ഒരു ലിസ്റ്റ് പറഞ്ഞിട്ട് ഇവരാരും ദൈവരാജ്യം അവകാശമാക്കിയില്ല. അപ്പൊ ഞാൻ ഓർക്കുന്നു, മോനെ ഋഷിയൊക്കെ ശ്രദ്ധിച്ചിരിക്കണേ. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഓർത്ത കാര്യം എന്നാണെന്നറിയാവോ?
ഈ വാക്യം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ വരിക. അപ്പോൾ ഈ കുഞ്ഞുനാൾ മുതൽ തന്നെ ഈ വചനം ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഇവരിങ്ങനെ വളർന്നാൽ, ഇതുവരെ ഉള്ളിൽ കയറിയാൽ അത് പ്രയോജനമാണോ അല്ലയോ? അല്ലേ? പക്ഷെ നമ്മളൊക്കെ ഈ വചനം കേട്ടത് എന്നാ? ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നുള്ള വചനം എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഷൈജൻ ബ്രദറെ? എന്നാ കേട്ടെ? നമ്മൾ ആരൊക്കെ കേട്ടെന്നാ? അല്ലേ? നമ്മൾ കേട്ട കാര്യം എന്താ? കൂദാശകൾ എങ്ങനെ ചെയ്യണം, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്. ശരിക്കും ആദ്യം കേൾക്കേണ്ട കാര്യം ഏതാ? ഈ വക പ്രവർത്തിക്കുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ലെങ്കിൽ പിന്നെ എന്താ അവകാശമാക്കുന്നേ? പിന്നെ അവകാശമാക്കുന്നത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യാഗ്നിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ സൺഡേ സ്കൂൾ മുതൽ പഠിച്ചു വരേണ്ട കാര്യം ഇതാണ്. ഈ വക പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം വാക്ക് ഒന്നോടെ വായിച്ചു നോക്കിക്കേ. 1 കൊരിന്ത്യർ ലേഖനം 1:9, അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? അടുത്ത വാക്യം നിങ്ങളെ തന്നെ വായിച്ചാട്ടെ. 6:9, 1 കൊരിന്ത്യർ ലേഖനം 6:9. അന്യായം ചെയ്യുന്നവർ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. അതെങ്ങനെയാ വഞ്ചിക്കുന്നത്? നമ്മളെ തന്നെ എങ്ങനെയാ വഞ്ചിക്കുന്നത്? നമ്മളെ മറ്റുള്ളവരാ വഞ്ചിക്കുന്നില്ലേ? മറ്റുള്ളവർ നമ്മളെ വഞ്ചിക്കും. നമ്മളെ തന്നെ എന്നെ തന്നെ വഞ്ചിക്കാൻ പറ്റുമോ? ജോയിസവരാ, നമുക്ക് നമ്മെ തന്നെ വഞ്ചിക്കാൻ പറ്റുമോ? പറ്റും. സന്നിബ്രതരെ കേൾക്കുന്നുണ്ടോ? പറ്റുമെന്ന്. എങ്ങനെയാ പറ്റുന്നേ? ഞാൻ എന്നെ തന്നെ എങ്ങനെയാ വഞ്ചിക്കുന്നേ? അന്യായം ചെയ്ത് ജീവിച്ചിട്ട് ഞാൻ സ്വർഗരാജ്യത്തിൽ പോകുമെന്ന് ചിന്തിക്കുന്ന ആളാണെങ്കിൽ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യുകയാണ്? വഞ്ചിക്കുകയാണ്. കാരണം എന്താണ്? അന്യായം ചെയ്യുന്നവരാരും പോവില്ല. അതാണ് സത്യം. അന്യായം ചെയ്യുന്നവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അതിപ്പോ അച്ഛനായാലും പാസ്റ്ററായാലും വിശ്വാസിയായാലും ആരായാലും അവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. എന്നിട്ട് പറയുന്നു, അടുത്ത വാക്ക് പറയുകയാണ്, ദുർനടപ്പുകാർ, വിഗ്രഹാരാധികൾ, വ്യഭിചാരികൾ, സ്വയഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, വാവിഷ്ടണക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. ഇന്ന് സമൂഹത്തിൽ വലിയൊരു വിപത്തായി മാറുന്ന ഈ മദ്യപാനം ഒക്കെ ഇത്രയും വളരുന്നതിൻ്റെ പിന്നിൽ സംഭവിച്ചതെന്താ? ഒരു ക്രൈസ്തവ വിശ്വാസിയെ ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോൾ തന്നെ മദ്യപാനി ദൈവരാജ്യത്തിൽ പോകുകയില്ല, അവൻ നിത്യനാശത്തിലേക്ക് പോകുമെന്ന കാര്യം അവനെ ആഴത്തിൽ പഠിപ്പിച്ചാൽ, അവനത് മനസ്സിലാക്കിയാൽ അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകത്തില്ലേ? ഇല്ലേ? പക്ഷേ വൈകിയാണെങ്കിലും നമുക്കത് അറിയാൻ കഴിഞ്ഞു. അതോർത്ത് നാം ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ നാം സ്തുതിക്കണം. ഇപ്പോൾ തിരുവെഴുത്ത് പറയുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിലും ദൈവസന്നിധി നാം ഏറ്റു പറയുമ്പോൾ നമ്മോട് ദൈവം ക്ഷമിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, ശുദ്ധീകരണം പ്രാപിക്കുന്ന വിധങ്ങൾ എന്തൊക്കെയാണ്? 1, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. 2, ദൈവത്തിന്റെ ആത്മാവിനാൽ. 3, നാം നമ്മുടെ പാപം ഏറ്റുപറയുന്നതിലൂടെ. 4, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. ഒരു വാക്ക് നമുക്ക് ഇനി വീണ്ടും വായിക്കാം. നിങ്ങൾ ഈ വാക്കുകൾ മറക്കരുത്. 5-മതൊരു കാര്യം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനം ഒന്ന് വായിച്ചേ. യോഹന്നാന്റെ സുവിശേഷം 15:3. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ എങ്ങനെ ശുദ്ധിയുള്ളവരാകുന്നു? നമ്മളെ ശുദ്ധീകരിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിൽ അല്ലേ, ആ നിലയിൽ ജീവിക്കുമ്പോൾ കുത്തുകൊള്ളൂല്ലേ? അല്ലേ? വചനം നമ്മുടെ ഉള്ളിൽ പാപബോധം വരുത്തും. വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെടും. 5-മത്തെ കാര്യം. 6-മത്തെ കാര്യം, എബ്രായലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. എബ്രായലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട കാര്യം എന്താണ്? എല്ലാവരോടും എന്ത് ചെയ്യണം? സമാധാനം ആചരിക്കണം. ആരോടും വൈരാഗ്യത്തോടെ ജീവിക്കരുത്. ആരെയും വെറുക്കരുത്. ആരോട് കയ്പ് വെച്ചുകൊണ്ടിരിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിൽ ക്ഷമിക്കാത്ത ഒരാൾ പോലും ഉണ്ടാകരുത്. ദൈവം നമ്മോട് ക്ഷമിച്ചെങ്കിൽ നമ്മോട് തെറ്റ് ചെയ്തവരോട് നാം ക്ഷമിക്കണം, നാം അവരെ സ്നേഹിക്കണം. തിരുവെടുത്ത് പറയുന്നു, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ. അപ്പൊ ശുദ്ധീകരണം പ്രാപിക്കണമെങ്കിൽ എല്ലാവരോടും സമാധാനം ആചരിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണം പ്രാപിക്കുന്ന 6 വിധങ്ങൾ, 6 കാര്യങ്ങൾ നാം ദൈവജനത്തിൽ
തിമോത്തിയോസിലൂടെ വായിച്ചു. നിങ്ങളുടെ മനസ്സിൽ അത് ഇരിക്കട്ടെ, നമ്മുടെ ഓർമ്മയിൽ അത് ഇരിക്കട്ടെ. നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം കൂടെ, ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ ഒന്ന് വേഗത്തിൽ ഓർത്തു പോകണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം ഒന്ന് എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം, 6-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 6:39. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. എന്താണ് പിതാവിന്റെ ഇഷ്ടം? എന്താണ്? കട്ടായി പോയോ? ശ്രദ്ധിക്കണമേ, ഇവിടെ നാം വായിച്ചു പിതാവിന്റെ ഇഷ്ടം എന്താണ്? അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവന്റെ ഇഷ്ടം. അയച്ച പിതാവിന്റെ ഇഷ്ടം എന്താണ്? കർത്താവിന്റെ അടുക്കൽ വരുന്ന എല്ലാ ആളുകളും എന്ത് ചെയ്യണം? എല്ലാവരും എന്ത് ചെയ്യണം? ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം, അല്ലേ? ഓക്കെ. അതുപോലെ എന്തോ ലേഖനം അതിന്റെ 1-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനും ആയിരുന്നു. പ്രിയമുള്ളവരെ, ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച, ദൈവം ഉപയോഗിച്ച പൗലോസ്ലീഹ ആരാണ്? മുമ്പ് ആരായിരുന്നു? ദൂഷകനായിരുന്നു, ഉപദ്രവിയായിരുന്നു, നിഷ്ഠൂരനായിരുന്നു എന്ന്. ഈ ആളെയാണ് ആരുപയോഗിച്ചത്? അല്ലേ? ഷൈജബദർ ശ്രദ്ധിച്ച കാര്യം, ഈ ആളെയാണ് ദൈവം ഉപയോഗിച്ചത്. അപ്പോ ഈ മുമ്പ് അതായത് പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തു മാർഗത്തിലേക്ക് വരുന്നതിന് മുമ്പ് താൻ ഏത് മതത്തിലായിരുന്നു? യഹൂദ മതത്തിലല്ലായിരുന്നു. അന്ന് ഇന്നത്തെ നിലയിൽ ഏറ്റവും അധികം അഭിമാനിക്കാൻ കഴിയുന്ന മാർഗമാണ് ഏത്? യഹൂദ മതം എന്ന് പറയുന്നത്. മനോഹരമായ യെരൂശലേം ദേവാലയം, പെരുന്നാളുകൾ, അതുപോലെയുള്ള ഉത്സവങ്ങൾ, ആചാരം എല്ലാം നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതിൽ ജീവിക്കുമ്പോഴാണ് താൻ എങ്ങനെ ജീവിച്ചത്? ആ മതത്തിൽ ജീവിക്കുമ്പോഴാണ് ഉപദ്രവി, ദുഷ്ടൂരൻ, ദൂഷകൻ ഒക്കെ ആയിട്ട് ജീവിക്കുന്നു. അപ്പോഴും തൻ്റെ ചിന്ത ഞാൻ ദൈവത്തിന്റെ അടുക്കൽ തന്നെയാണെന്നാണ്, ഇന്ന് എനിക്ക് ദൈവത്തോട് ബന്ധമുണ്ടെന്നാണ്. പക്ഷെ സുവിശേഷത്തിന്റെ സത്യവചനം കേട്ടപ്പോ, ദൈവത്തിന്റെ സ്പർശനം ഉണ്ടായപ്പോ തനിക്ക് മനസ്സിലായി, അയ്യോ, ഞാൻ പാപികളിൽ ഒന്നാമനാണ്, ഞാൻ ഒരു ദൂഷകനാണ്, ഞാൻ നിഷ്ഠൂരനാണ്, ഞാൻ അനേകരെ ഉപദ്രവിച്ചയാളാണ്. ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ എനിക്ക് ഒരിക്കലും ദൈവരാജ്യത്തിലെത്താൻ കഴിയത്തില്ല. അതുകൊണ്ട് പൗലോസ് ഉപേക്ഷിച്ചത് എന്താണെന്നറിയാമോ? തന്റെ പാപം ഉപേക്ഷിച്ചു. നല്ല പുനരുത്ഥാനം ലഭിക്കാൻ വേണ്ടി പാപം ഉപേക്ഷിച്ചു. സഹോദരങ്ങളെ, ഞാൻ ദൈവത്തെ സ്തുതിക്കുമ്പോഴൊക്കെ എപ്പോഴും ഓർക്കുന്നത്, എൻ്റെ 24 വയസ്സ് കഴിയുന്ന 25-ാമത്തെ വയസ്സിൽ ഞാൻ കർത്താവിനെ അറിയുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. അതിക്ക് മുമ്പ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? നിത്യ നരകത്തിലെത്തുമായിരുന്നു. സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തോടുണ്ടാകേണ്ട സ്നേഹം ഇതാണ്. ഈ ദൈവത്തെ അറിയുന്നതിന് മുമ്പ്, ഈ സത്യവചനം കേൾക്കുന്നതിന് മുമ്പ് നാം മരിച്ചു പോയാൽ, ആരെങ്കിലും പാപത്തിൽ തുടരുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പാപത്തിൽ മരിച്ചു പോയാൽ, പ്രിയമുള്ളവരെ, സ്ഥിതി എന്താണ്? ആളുകൾ ധരിക്കുന്നത് ക്ഷമിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ക്രമീകരണം വരുത്തുന്ന കാര്യമൊക്കെ ചിന്തിക്കുമ്പോൾ പിന്നെ ആകാമെന്നാണ്. ഞാൻ ഈ ഡീഅഡിക്ഷൻ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഞാനും തോമസ് സാറും കൂടെ ഒരു ദിവസം ഇവിടുന്ന് രാവിലെ പോകുകയാണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കേട്ട വാർത്ത എന്നാണെന്നറിയാമോ? പുത്തൻകുരിശ് സഭയിലുള്ള ഒരു സഹോദരൻ രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, രാവിലെ എഴുന്നേറ്റില്ല. കാരണം രാവിലെ വിളിക്കുമ്പോൾ ആള് മരിച്ച് വിറങ്ങലിച്ച് കിടക്കുന്ന അവസ്ഥയാണ്. മരണം എപ്പോഴാ മനുഷ്യ ജീവിതത്തിൽ വരുന്നത്? താൻ ഒരു വിശ്വാസിയായിരുന്നത് കൊണ്ടും ദൈവത്തിന് വേണ്ടി ജീവിച്ച ആളായിരുന്നത് കൊണ്ട് നമുക്ക് ഉറപ്പാണ് താൻ നിത്യതയിൽ ദൈവസന്നിധിയിലെത്തി. ഞാൻ ചോദിക്കട്ടെ, ജീവിത ക്രമീകരണം വരുത്താതെയാണ് ഉറങ്ങാൻ പോയതെങ്കിൽ, ആ ഉറക്കത്തിലാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ, ആത്മാവിൻ്റെ അവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്?
കർത്താവ് പറഞ്ഞു, നാം ക്ഷമിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പാപം ദൈവം ക്ഷമിക്കുന്നില്ല. പ്രിയമുള്ളവർ, ഈ വക പ്രവർത്തിക്കുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നൊക്കെ വചനം ശക്തമായി പറയുമ്പോ, പ്രിയമുള്ളവരെ, പാപത്തിൽ മരിച്ചു പോകാതെ ദൈവം നമ്മെ കാത്തതിന് നമ്മൾ എത്രത്തോളം ദൈവത്തോട് നന്ദി പറയണം. അതുകൊണ്ട് ജീവിത ക്രമീകരണങ്ങൾ നാളെ ആകട്ടെ എന്ന് ചിന്തിക്കരുത്. വചനം കേൾക്കുമ്പോൾ തന്നെ അനുതാപത്തോടെ ദൈവത്തോട് ഏറ്റുപറയണം, കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, ഒരു പുതുജീവിതം എന്നെ സഹായിക്കണമേ. നല്ല പുനരുത്ഥാനം ലഭിക്കാൻ പൗലോസ്ലീഹ ചെയ്ത കാര്യം എന്താണ്? നാം ദൈവവചനത്തിൽ വായിക്കുന്നു, തിരുവെടുത്ത് പറയുന്നു, താൻ പാപം ഉപേക്ഷിച്ചു. താഴോട്ടൊന്ന് വായിച്ച് അടുത്ത വാക്യം. ഞാൻ നിഷ്ഠൂരനും ഉപദ്രവിയും ഒക്കെ ആയിരുന്നു. അടുത്ത വാക്യം. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അവിശ്വാസത്തിൽ അറിയാതെ എന്ന് പറഞ്ഞാൽ പൗലോസ് ഈ അറിയാതെ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? എന്ന് പറഞ്ഞാൽ പൗലോസ് ധരിച്ചത് ഇങ്ങനെയൊക്കെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുന്ന, അതാണല്ലോ ഈ അറിയാതെ ചെയ്തു എന്ന് പറയുന്നത്. അല്ലാതെ ഇത് തെറ്റാന്നറിയാത്ത ഉപദ്രവിക്കുന്നത് തെറ്റാന്ന് ആർക്കും അറിയാത്ത, മറ്റൊരാളെ പിടിച്ചു പറിക്കുന്നത് തെറ്റാന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ താൻ അറിയാതെ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാണ്? ഇങ്ങനെയൊക്കെ ജീവിച്ചാലും എവിടെ പോവും? സ്വർഗത്തിൽ പോവും എന്ന് താൻ ചിന്തിച്ചു, അല്ലേ? കാരണം മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ ആരാണ്? ഞാൻ അന്യനാണ്, എന്നെ ആർക്കും വിധിക്കാൻ പറ്റുകയില്ലെന്നൊക്കെ പൗലോസ്ലീഹ പറഞ്ഞിട്ടുണ്ട് അതിക്ക് മുമ്പ്, അല്ലേ? അപ്പോ അങ്ങനെ ജീവിച്ച ആള് ഇപ്പൊ പറയുന്ന വാക്കെന്നറിയാമോ? ഞാൻ അവിശ്വാസത്താൽ അറിയാതെ ചെയ്തത് കൊണ്ട് എന്നോട് ദൈവം എന്ത് ചെയ്തെന്ന്? കരുണ കാണിച്ചു. പ്രിയമുള്ളവരെ, ഈ ഒരാഴ്ച ഞാൻ സൗരകൾ നിങ്ങളോട് വേണ്ടിയിട്ട് പറയുക കേട്ടോ. ഒരാഴ്ച നമ്മൾ പോയിരുന്ന ദൈവജനം കേട്ടപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ അറിഞ്ഞു, അല്ലേ? സഭയിലുള്ള ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ എന്നയോളം നമ്മൾ ദൈവജനം കേട്ട് എന്തോരം കാര്യങ്ങൾ അറിഞ്ഞു, അല്ലേ? നമുക്ക് ഇനി പറയാൻ പറ്റുമോ അറിയാതെ ചെയ്തതാകുണ്ടെന്ന്? പറയാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ അറിഞ്ഞു. ദൈവം നമ്മെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകലും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇന്നത് കാര്യം തെറ്റാണെന്ന് പറയുമ്പോ നാം ദൈവത്തോട് കണ്ണുനീരോടെ പറയണം, കർത്താവേ ക്ഷമിക്കണമേ. നിങ്ങളെ വാക്ക് ഒന്നോടെ ശ്രദ്ധിച്ചേ. എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. അടുത്ത വാക്ക്. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ഇവിടെ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. വാക്ക് ശ്രദ്ധിച്ചോ. നമ്മുടെ കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. ഇന്ന് കൃപയെക്കുറിച്ച് നമ്മൾ കുറെ കേൾക്കുകയാണ്, അല്ലേ? തോമസ് സാറും ആരംഭത്തിൽ കൃപയെക്കുറിച്ചാണ് പറഞ്ഞത്. കൃപ പെരുക്കുന്ന കാര്യമാണ്. ഇവിടുത്തെ വാക്ക് ശ്രദ്ധിച്ചോ. കർത്താവിന്റെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ. അപ്പൊ കർത്താവിന്റെ കൃപ നമ്മിലേക്ക് ദൈവം ഒഴുക്കി തരാമെന്ന്, അല്ലേ? അതെങ്ങനെ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും. അപ്പൊ നമ്മുടെ ഉള്ളിൽ കർത്താവിലുള്ള ആഴമായ വിശ്വാസം വേണം. പിന്നെന്താണ്? കർത്താവിനെ നമ്മൾ സ്നേഹിക്കണം. വചനം പറയുന്നു, യേശു നമുക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നു. ആ കർത്താവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണ്, എന്നാൽ ഈ കർത്താവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് വചനം പറയുന്നു. അങ്ങനെ ആ വിശ്വാസത്തിലും സ്നേഹത്തിലും ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് സമൃദ്ധമായിട്ട് ഒഴുക്കി തരികയാണ്. അടുത്ത വാക്യം കൂടെ വായിച്ചേ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഒരു പാപിക്കും കർത്താവ് എന്നെ രക്ഷിക്കാൻ കഴിവില്ലാത്തവനാണെന്ന് പറയാൻ കഴിയില്ല. കാരണം യേശു വന്നത് എന്തിനു വേണ്ടി തന്നെയാണ്? പാപിയെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. ഇനി അടുത്ത വാക്ക് പറഞ്ഞ അടുത്ത വാക്ക്. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. അതിന്റെ അർത്ഥം എന്നാന്നറിയോ? പാപിയിൽ ഒന്നാമനായ എന്നെ രക്ഷിച്ചെങ്കിൽ പിന്നെ നിങ്ങളെ രക്ഷിക്കാതിരിക്കുവോ? പാപികളെ ഒന്നാമനായ എന്നെ വിടിവിച്ചെങ്കിൽ നിങ്ങളെ വിടിവിക്കാതിരിക്കുവോ? അല്ലേ? അപ്പൊ വിടിവിക്കപ്പെടുന്നില്ലെങ്കിൽ കുറ്റം ദൈവത്തിന്റെ ആണോ നമ്മുടെയാണോ? ആരുടെയാ? നമ്മള് പ്രാരംഭത്തിൽ പറഞ്ഞില്ലേ, ഒരു കുഞ്ഞു വീണ് കഴിഞ്ഞപ്പോ വീണ്ടല്ലോ, ഇവിടെ തന്നെ കിടക്കാമെന്നാണ് ഓർക്കുന്നത്. ഒരു കുഞ്ഞു ഓർക്കില്ല, അവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കും. എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേൽക്കും, അല്ലെങ്കിൽ നിലവിളിക്കും. എന്തിനു വേണ്ടിയാണ്? സഹായത്തിനു വേണ്ടി. കർത്താവിനോട് നിലവിളിച്ചാൽ നമ്മെ സഹായിക്കുന്ന ഏത് പാപത്തിൽ നിന്നും അവിടെ നിന്നാണ് നമ്മെ രക്ഷിക്കുന്നത്. സ്വയമായിട്ട് കഴിയില്ല ദൈവമക്കളെ. അതുകൊണ്ട് ഒരു പാപവും നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. ആ പാപികൾ ഞാൻ ഒന്നാമൻ. എന്നിട്ട് അടുത്ത വാക്ക് കൂടെ, അടുത്ത വാക്ക്. എന്നിട്ടും യേശുക്രിസ്തു
നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. അപ്പൊ ഈ പൗലോസിനെ രക്ഷിച്ചത് പൗലോസിന്റെ ആ താൻ കിടന്ന പാപത്തിന്റെ അവസ്ഥയും അതിൽ നിന്ന് വിടിവിച്ച കാര്യമൊക്കെ ഓർത്തിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് എന്നാണെന്നറിയാമോ? ഇനി അനേകം ആളുകൾ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഈ വിശ്വസിക്കുന്നവർക്ക് ദൈവം കരുണ കാണിക്കുമെന്ന് ഒരു ദൃഷ്ടാന്തമാക്കി കാണിക്കാൻ എന്നോട് കരുണ കാണിച്ചു എന്ന് അല്ലേ? നിങ്ങളാ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം പാപത്തിൽ കിടന്ന എന്നെ രക്ഷിച്ചെങ്കിൽ നിങ്ങളെ രക്ഷിക്കാതെ അപ്പൊ പൗലോസിന്റെ കാഴ്ചപ്പാട് എന്നേക്കാൾ വലിയ പാപി പിന്നെ വേറെ? അത് ഒരർത്ഥത്തിൽ സത്യമാണ്. എന്താണെന്നറിയാമോ? പൗലോസിന് ഒരു പാപത്തെക്കുറിച്ച് എന്തില്ലായിരുന്നു. ഈ യേശുവിനെ കണ്ടുമുട്ടുന്നത് വരെ പൗലോസ് പറഞ്ഞു തന്നാ, ഞാൻ ന്യായപ്രമാണം സംബന്ധിച്ച് ആരാണ്? അനന്യനാണ്. ഞാൻ ബെന്യാമീൻ ഗോത്രക്കാരനാണ്. ഞാൻ എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായനാണ്. പലത്തിലും എനിക്ക് പുകഴാനായിട്ടുണ്ട്. പക്ഷെ കർത്താവിന്റെ മുഖം കണ്ടപ്പോ ആ വെളിച്ചത്തിലേക്ക് നോക്കിയപ്പോഴാ താൻ എത്രമാത്രം അശുദ്ധനാണെന്ന് മനസ്സിലായത്. അങ്ങനെ യേശുക്രിസ്തുവിലൂടെ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞപ്പോ പൗലോസ്ലീഹ പറയുന്ന വാക്ക് എന്നാന്നറിയാമോ? ഇത്രയും പാപിയായിരുന്ന എന്നോട് കരുണ കാണിച്ചെങ്കിൽ കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കാതിരിക്കുമോ? അല്ലേ? കർത്താവ് രക്ഷിക്കുമെന്നുള്ള കാര്യം നാം ഓർക്കുക. കർത്താവ് വിടുവിക്കുമെന്നുള്ള കാര്യം നാം ഓർക്കുക. പ്രിയമുള്ളവരെ, എന്നാൽ ഈ രക്ഷയിലേക്ക് വരാതിരിക്കാൻ, ഈ പാപമോചനം പ്രാപിക്കാതിരിക്കാൻ പിശാച് ഒരുക്കുന്ന മാർഗം എന്താണ്? സങ്കീർത്തനം വായിച്ചു കേട്ടല്ലോ. വായിൽ അനുഗ്രഹ വാക്കുകളും ഹൃദയത്തിൽ ശാപവുമായി നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ആളുകളുണ്ട്. അവരോട് നോ പറയാൻ നമുക്ക് കഴിയണം അല്ലേ? അവരെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയണം. അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയല്ല, അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ തകർച്ചയാണ്. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ, സമയം അവിടെ തീരുകയാണല്ലോ. നിങ്ങൾ ആ വാക്ക് ഒന്നുകൂടെ വായിച്ച് 16-ാം വാക്യം. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനായിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായ എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. ഇത് പറഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കുകയാണ്. അതാണ് അടുത്ത വാക്ക്. എന്താണ്? നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. ആമേൻ. ഈ കർത്താവ് രക്ഷിച്ചത് ഓർത്താൽ ദൈവത്തെ ആരാധിക്കാതിരിക്കാൻ കഴിയോ? അല്ലേ? ഇത്രയും പറഞ്ഞു വന്നിട്ട് പിന്നെ എവിടേക്ക് വന്നു വാക്ക്? ആരാധനയിലേക്ക്. ദൈവത്തിന് എല്ലാ മഹത്വം അർപ്പിക്കുകയാണ്, എല്ലാ സ്തുതിയും ദൈവത്തിന് അർപ്പിക്കുകയാണ്. നമുക്കൊരു നിമിഷം എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം ദൈവസന്നിധിയിൽ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. യേശു ക്രിസ്തു കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ രക്ഷിപ്പാൻ, ഉയർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആരും നശിച്ചു പോകരുതെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. പ്രിയമുള്ളവരെ, നശിച്ചു പോകാതിരിക്കാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപത്തിൽ നിന്ന് മോചനം